ശ്രീ മാത്യു കുഴൽനാടൻ ഒരു ചോദ്യം ശ്രീ റഹീം ഇന്ന് മുന്നോട്ട് വെച്ചല്ലോ. റഹീം മാത്രമല്ല, ശ്രീ വിജയരാഘവൻ ഇന്നും ഇന്നലെയും കോൺഗ്രസിനോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് വെൽഫെയർ പാർട്ടിയുമായി ഒരു ധാരണയുണ്ടാക്കി എന്നതിന്റെ പേരിലാണ് ഈ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ എന്നതൊക്കെ കോൺഗ്രസിൽ ആരോപിക്കുന്നത്. അത് മാറണമെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സഹകരണം എന്നത് വ്യക്തമായി പ്രഖ്യാപിക്കണം എന്ന്. ആ ചോദ്യത്തോട് UDF പ്രതികരിക്കേണ്ടതുണ്ടോ? ഞാൻ അതിനോട് പ്രതികരിക്കാം. ഞാൻ ഷാനിയിൽ വിശ്വാസം അർപ്പിച്ച് ഒരു ചെറിയൊരു റിക്വസ്റ്റ് നടത്തുകയാണ്. അതായത് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യം റഹീമിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ട ഉത്തരം യെസ് ഓർ നോ ആണ്. അതായത് CPM-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് SDPA-യുമായി എന്തെങ്കിലും രാഷ്ട്രീയ ബന്ധമോ ധാരണയോ ഉണ്ടോ? നിലവിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നോ? ഇനി ഉണ്ടാകുമോ? അതിനുള്ള ഉത്തരം കിട്ടിയാൽ ഞാൻ ബാക്കി പറയാം. യെസ് ഓർ നോ പറഞ്ഞാൽ മതി. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല എന്നാണ് ഉത്തരം. യെസും നോയും വേണമെങ്കിൽ നോ എന്ന് പിടിച്ചോ. ഒരു കാര്യം കൂടി പറയാം, എന്റെ അവസ്ഥ ഒന്നുകൂടി എന്നിട്ട് വഴങ്ങിത്തരാം. ഇതേ ചോദ്യോടാണ് ഞാൻ നേരത്തെ എനിക്ക് നോയെ വിശ്വാസത്തോടെ പറയാൻ പറ്റി. ജമാഅത്തെ പറയട്ടെ പറയട്ടല്ല, ഒരു മിനിറ്റ്. ഇല്ല പ്ലീസ്, ഞാൻ വഴങ്ങിത്തരാം. എന്റെ സമയമാണല്ലോ, എന്റെ സമയമാണല്ലോ. എന്തിനാണ് ശ്രീ മാത്യു കുഴൽനാടൻ ചോദ്യം ചോദിച്ചതെന്ന് നമുക്കറിയണമല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ മാത്യു കുഴൽനാടൻ താങ്കളോട് എന്റെ കോട്ടിലേക്ക് തട്ടിയതല്ലേ? അല്ല ശ്രീ റഹീം, താങ്കളോട് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. താങ്കൾ ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ നോ എന്ന് മറുപടി പറഞ്ഞു. ശ്രീ മാത്യു കുഴൽനാടന്റെ ഊഴമാണ്. അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ മാത്യു കുഴൽനാടൻ. അതെ ഷാനി, ഇതാണ് CPM എന്ന് പറയുന്നത്. നമുക്കറിയാം. അതിലേക്ക് വരികയാണ്. അതിലേക്ക് വരികയാണ്. അതിന് വേണ്ടിയിട്ടാണ് താങ്കൾ ഓർമ്മിപ്പിച്ചു. മറുപടി പറയട്ടെ. അത് പറഞ്ഞിട്ട് ബാക്കി പറ. അല്ല, അത് ബാക്കി പറ. അത് പറയാൻ കഴിയില്ല. പോലെ ബഹുമാനപ്പെട്ട പറയാം റഹീമെ, പ്ലീസ് അലൗ മീ ടു സ്പീക്ക്. പറയാം റഹീമെ, പ്ലീസ്. ഈ കുറച്ച് പേഷ്യൻസ് കാണിക്കുക. അതായത് ഞാനിത് പറയാൻ കാരണം എന്നറിയാമോ? CPM-ന്റെ ഇരട്ടത്താപ്പും ഇതുപോലുള്ള കാപട്യവും തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. SFIയുടെ അഭിമന്യു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. SDPI ആണ് അവരെ കുത്തിക്കൊന്നത്, അല്ലെങ്കിൽ വെട്ടിക്കൊന്നത്. SDPI കൊന്നു കഴിഞ്ഞതിന് ശേഷം അഭിമന്യുവിന്റെ പടം വെച്ച് കേരളം മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് എന്തെന്നാണെന്നറിയോ? വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞ്, വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ പോസ്റ്റ് ഒട്ടിച്ച് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഹരം പിടിപ്പിച്ച റഹീമും ഉണ്ട്. വർഗീയത തുലയട്ടെ. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഇപ്പൊ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ നോന്ന്? ഷാനി പറഞ്ഞ പോലെ CPM-ന് സംവിധാനമില്ലാത്ത സ്ഥലമാണോ കണ്ണൂര്? കോടിയേരി ബാലകൃഷ്ണന്റെ സ്വന്തം സ്ഥലമല്ലേ തലശ്ശേരി? തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ മട്ടമ്പറം വാർഡില് UDF-ന് 359 വോട്ട്, SDPI-ക്ക് 290 വോട്ട്. റഹീമെ, LDF-ന്റെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ച INL-കാർക്ക് എത്ര വോട്ട് കിട്ടിയെന്നറിയോ? 11 വോട്ട്. 11 വോട്ട്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നോ എന്ന് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പറയാം. ഗ്രൗണ്ടിൽ നിങ്ങൾ എന്താ ചെയ്തെന്നറിയോ? ഇനി അടുത്ത ഞാൻ പറയാം. SDPI-യുടെ, അതായത് കണ്ണൂര് തന്നെ നിങ്ങളുടെ ഏറ്റവും ശക്തിയുള്ള സ്ഥലം മാട്ടൂൾ എന്ന് പറയുന്ന പഞ്ചായത്തില്, മാട്ടൂൾ ഗ്രാമപഞ്ചായത്തില് മാട്ടൂൾ സൗത്ത് മുനമ്പ് വാർഡില് UDF-ന് 682 വോട്ട്, SDPI-ക്ക് 784 വോട്ട്. CPM LDF-ന് കിട്ടിയ വോട്ട് എത്രയെന്നറിയോ? 14 വോട്ട്. 14 വോട്ട്. വർഗീയത തുലയട്ടെ എന്ന പോസ്റ്റർ ചെയ്ത് കേരളം മുഴുവൻ ഒട്ടിച്ച അഭിമന്യുവിന്റെ സ്വന്തം പഞ്ചായത്ത് ഏതാണെന്ന് റഹീമിനറിയോ? വട്ടവടയാണ്. വട്ടവട, ഇടുക്കിയിലെ വട്ടവടയിലെ കോവിലൂർ വെസ്റ്റിലും കോവിലൂർ നോർത്തിലും കഴിഞ്ഞ തവണ CPM ജയിച്ച സ്ഥല. അവിടെ CPM ഈ തവണ ആർക്കാ വോട്ട് ചെയ്യുന്നറിയോ? വർഗീയത തുലയ്ക്കാൻ വേണ്ടി. അതായത് അവിടെ കോവിലൂർ നോർത്തില് UDF-ന് 125 വോട്ട്, അവിടെ BJP ജയിക്കുന്നു 137 വോട്ട്. എത്ര വോട്ടിനാണ് ജയിക്കുന്നത്? 12 വോട്ടിന്. CPM-ന് എത്ര വോട്ടാണെന്നറിയോ? കഴിഞ്ഞ തവണത്തെ സിറ്റിംഗ് വാർഡില് 37 വോട്ട്. അതിന്റെ തൊട്ട് താഴെ കോവിലൂർ വെസ്റ്റില് CPM-ന് 38 വോട്ട്, അവിടെ BJP-ക്ക് നിങ്ങൾ നൽകിയത് 147 വോട്ട്. ക്രിസ്റ്റൽ ക്ലിയർ ആയ നോ ഉണ്ടല്ലോ. സംസ്ഥാനത്ത് 100 സീറ്റുകളാണ് നിങ്ങൾ SDPI-ക്ക് നൽകിയത്. അഭിമന്യുവിന്റെ പേരിൽ പോസ്റ്റ് ഒട്ടിച്ച് വർഗീയത തൊലയട്ടെ എന്ന് പറഞ്ഞ് SDPI-ക്കെതിരെ പറയും. എന്നിട്ട് SDPI വോട്ട് കൊടുത്ത് വിജയിപ്പിക്കും. എന്നിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് TV ചർച്ചയിൽ വന്നിരുന്നു നോ പറയും. ഇതാണ് CPM, ഇതാണ് DYFI, ഇതാണ് SFI. ഞങ്ങൾക്ക് കഴിയാത്തത് അതാണ്. ഞങ്ങൾക്ക് കഴിയാത്തത് അതാണ്. ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഒരുപക്ഷെ കുറച്ചുകൂടി കാപട്യം കുറവാണ്. പ്രത്യേകിച്ച് ബഹുമാനായ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ വീക്ക്നെസ് ആയിട്ട് കൂട്ടിക്കോ. അദ്ദേഹം സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു.
വെൽഫെയർ പാർട്ടിയുമായി ധാരണ പാടില്ല എന്നതാണ് കോൺഗ്രസ് നിലപാട്. ഒരു സംശയവും വേണ്ട, ഞങ്ങൾ അതിനെ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ UDF എന്നത് ഒരു സ്വാഭാവികമായിട്ടും ഒരുപാട് മുന്നണികളുടെ കക്ഷിയാണ്. അതിൽ നീക്കുപോക്കുണ്ടായിരുന്നു. അത് ഞങ്ങൾ പറഞ്ഞു അത് ശരിയായില്ല, അത് രാഷ്ട്രീയപരമായി തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. KPCCയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം ആർജവത്തോടെ പറഞ്ഞിട്ടുണ്ട്, വെൽഫെയർ പാർട്ടിയുമായി രാഷ്ട്രീയ നീക്കുപോക്കില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ ബന്ധമില്ല. ഈ SDP ഞാൻ ഷാനിക്കും റഹീമിന്റെ ഭാഷ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നല്ലേ തോന്നിയത്. പക്ഷെ ഈ സത്യത്തിന് ആരും മറുപടി പറയും? ഇതുപോലെ എത്രയെടുത്ത് SDP-യും BJP-യുമായി ഒരു കൂട്ടുകൂടി. കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന സമയത്ത് ചർച്ച നടക്കുമ്പോ CPM-ന്റെ നേതാക്കന്മാർ എന്തു വലിയ അഹങ്കാരത്തോടുകൂടിയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർക്ക് ഞങ്ങൾ രാജിവെക്കുന്നു. ഞങ്ങൾ രാജിവെച്ചത് കണ്ടില്ലേ? എന്തിയെ നിങ്ങൾ റാന്നിയിൽ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടാണ് TV ചർച്ച വന്നിരുന്ന രാജിവെച്ചു എന്ന് പറയുന്നത്? നാണോ ഉളുപ്പുകൊണ്ട് ആരെങ്കിലും ഇത് പറയോ? ഇതാണ് CPM, ഇതാണ് ഇടതുപക്ഷം, ഇതാണ് DYFI, ഇതാണ് SFI. അതിനവരെ ട്രെയിൻ ചെയ്ത് വിട്ടിരിക്കുക. റഹീമിന്റെ ക്രിസ്റ്റൽ ക്ലിയർ നോയുടെ കഥ മനസ്സിലായില്ലേ? ഇനി SDP-യുടെ എത്ര കണക്ക് ഞാൻ പറയണം? എത്ര കണക്ക്? ഇവിടുത്തെ ഈ തലശ്ശേരിയിലും കണ്ണൂരും ഒന്നും CPM-കാരില്ലാഞ്ഞിട്ടാ, CPM-ന് വോട്ടില്ലാഞ്ഞിട്ടാ. ഒരു ഉളുപ്പുമില്ലാതെ SDP-ക്ക് വോട്ട് ചെയ്തവരാണ് നിങ്ങൾ. എന്നിട്ടാണ് വർഗീയതയുമായി ഞങ്ങൾ സന്ധിയില്ല എന്ന് പറയുന്നത്. നിങ്ങൾ വെൽഫെയർ പാർട്ടിയുമായി ഞാൻ പിണറായി വിജയന്റെ ഒരു പ്രസ്താവന വായിക്കട്ടെ. ജമായത്ത് നേതാക്കളുമായി സംസാരിച്ചാൽ എന്തിനാണ് ചെന്നിത്തലയ്ക്ക് വേവലാതി? ചോദിച്ചത് ഞങ്ങളാരുമല്ല, നിങ്ങളുടെ നേതാവ് പിണറായി വിജയനാണ്. വേണമെങ്കിൽ ഞാൻ ആ പത്ര കട്ടിങ് അയച്ചു തരാം, വേണോ? റഹീമിന് വായിച്ചു പഠിക്കാൻ. ജമായത്ത് നേതാക്കളുമായി ചർച്ച ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് വേവലാതി എന്ന് നിങ്ങളിപ്പോ ആക്ഷേപിച്ച അമീറില്ലേ? അമീർ പറഞ്ഞതാണ് കേരള സമൂഹത്തോട്. കഴിഞ്ഞ 2015 AKG സെന്ററിന്റെ ഫ്ളാറ്റില് കോടിയേരി ബാലകൃഷ്ണനുമായി മുഖാമുഖം ഇരുന്ന് വെൽഫെയർ പാർട്ടി ധാരണ ഉണ്ടാക്കിയില്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, എന്നിട്ട് മറ്റൊന്ന് പറയാം, മറ്റൊന്ന് പ്രചരിപ്പിക്കാം. ഇതാണ് നിങ്ങളുടെ വർഗീയ കാർഡ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ നേതാക്കന്മാർ ഉള്ള കാര്യം ഉള്ള പോലെ പറയും. വെൽഫെയർ പാർട്ടിയുമായി ധാരണയിൽ കോൺഗ്രസിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രന് വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇന്നസെൻസിൽ നിന്നും അത് മറച്ചു പിടിച്ചില്ല. SDP-യുമായി ക്രിസ്റ്റൽ നോ പറഞ്ഞ പോലെ, റഹീം പറയുന്നത് പോലെ, പിണറായി വിജയൻ പറയുന്നത് പോലെ, കോടിയേരി ബാലകൃഷ്ണൻ പറയുന്ന പോലെ ക്രിസ്റ്റൽ ക്ലിയർ നോ പറയാൻ കഴിഞ്ഞില്ല. ശരിയായിരിക്കും, പക്ഷേ ഇതാണ് ഷാനി എക്സ്പോസ് ചെയ്യപ്പെടേണ്ടത്. കേരള സമൂഹം അറിയേണ്ടതാണ്.